വൈകുന്നേരം ആയതുകൊണ്ട് നല്ല ട്രാഫിക് കാണും. പെട്ടെന്ന് ഇറങ്ങണം. അത്യാവശ്യത്തിനുള്ള ഡ്രസ്സ് മാത്രം പാക്ക് ചെയ്തെടുത്താൽ മതി. എന്നെ കാത്തിരിക്കായിരുന്നോ? അതെ, ദാ ടിക്കറ്റ് രണ്ടും ഓക്കെ ആയി കിട്ടി. എനിക്ക് പോകുന്ന വഴിക്ക് എന്റെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തോളൂ. ജ്യോതി, അമ്മ ICUലാണ്. ജ്യോതി എവിടെയാണെന്ന് അമ്മ ചോദിച്ചാ എനിക്ക് പറയാനൊരു മറുപടിയില്ല. ഒരു നുണ പറയാനുള്ള മിടുക്കൊക്കെ റാമനുണ്ട്. ദയവ് ഇത് ഈ സമയത്ത് നമ്മൾ തമ്മിലൊരു തർക്കം വേണ്ട. ഞാനും അമ്മയും ജ്യോതിയുടെ ആരും അല്ലാന്ന് തന്നെ വിചാരിച്ചോളൂ. അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ട് തന്നെയാ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞത്. ഇവിടുത്തെ താമസക്കാരുടെ മുമ്പിൽ കളിക്കുന്ന അതേ നാടകം അവിടെയും വന്ന് കളിക്കാൻ തൽക്കാലം എന്നെ കിട്ടില്ല. ജ്യോതി, ഇതിന് മാത്രം തെറ്റി ഞാൻ ജ്യോതിയോട് ചെയ്തോ? അത് മനസ്സിലാവണമെങ്കിൽ റാം എന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കണം. ചിന്തിച്ചിട്ട് തന്നെയാ പറയുന്നത്. ഒരേ ഒരു തെറ്റേ ഞാൻ ജ്യോതിയോട് ചെയ്തിട്ടുള്ളൂ. ജ്യോതിയുടെ അനുവാദമില്ലാതെ ജ്യോതി ഞാൻ സ്നേഹിച്ചു പോയി. ഈ ദിവസങ്ങൾ കൊണ്ട് അതിനുള്ള ശിക്ഷയും ജ്യോതി എനിക്ക് തന്നില്ലേ? ആളുകളെ മനസ്സിലാക്കുന്നതിൽ എന്റെ കണക്കൂട്ടലുകളാണ് തെറ്റിയത്. എന്നോട് സൗഹൃദം കാണിച്ചപ്പോ അതിനപ്പുറം ഒന്നുമില്ലെന്ന് ഞാൻ കരുതി. പക്ഷെ മറ്റു പല ആണുങ്ങളെയും പോലെ സൗഹൃദത്തിന് പുറകിൽ മറ്റൊരു കണ്ണ് റാം ഒളിപ്പിച്ചു വെച്ചു. റാം എന്റെ ഭർത്താവാണെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ എനിക്ക് സാധിക്കാത്തത് എന്റെ തെറ്റാണോ? ട്രെയിൻ തെറ്റും, ബാക്കിയുള്ളതൊക്കെ തിരിച്ചു വന്നിട്ട് സംസാരിച്ചാ പോരെ ജ്യോതി? എനിക്ക് വരാൻ തോന്നുന്നില്ല, അതുകൊണ്ടാ വരാത്തത്.